കർത്താവിൻ്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. May God's name be glorified and praise and thank God for this blessed opportunity. എൻ്റെ പ്രിയ സഹോദരനോടും സഹോദരിയോടും കുഞ്ഞുങ്ങളോടും പ്രിയ ഡാഡിയോടും ഒന്നിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഒരു അവസരം കൂടി ആയുസ്സിൽ നൽകിയത് ഓർത്ത് കർത്താവിനെ ഞാൻ സ്തോത്രം Praise God ചെയ്യുന്നു. that God has given me another opportunity to worship together with my brother and his family, Daddy Epichan and every one of you here. ഞങ്ങൾക്ക് വളരെ പ്രിയങ്കരമായ സഭയാണ് ആൽബനി ശാരോൻ ചർച്ച്. Albany Sharon Church is a church very close to my heart. എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ് ആൽബനി സഭ. In all my prayers, I also pray for your church. നിങ്ങളെല്ലാവരും ഞാൻ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. I greet you all yet again. ഈ ഓഗസ്റ്റ് മാസം 16 എൻ്റെ മകളുടെ വിവാഹ ഉറപ്പും 23 കല്യാണവുമാണ്. വിവാഹ നിശ്ചയം കൊട്ടാരക്കരയിലുള്ള ലാൻഡ്മാർക്ക് കൺവെൻഷൻ സെൻ്ററിലും, വിവാഹം ഈ ഓഗസ്റ്റ് മാസം 23 അടൂർ മയൂരം കൺവെൻഷൻ സെൻ്ററിൽ വെച്ചുമാണ്. നിങ്ങൾ നാട്ടിലുള്ള എല്ലാവരും തീർച്ചയായും നിങ്ങളെ ഞാൻ സഭയായി ക്ഷണിക്കുന്നു. നിങ്ങൾ വന്ന് ഞങ്ങളുടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കണം. ഹൃദയത്തിൽ നിന്ന് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. My daughter is getting engaged on August 16 and getting married on August 23rd and if any of you are in India at that time, I desire and I welcome you all to come and please attend the wedding services. And if you are not able to come, I ask you all, keep us in prayers for a blessed service and for a blessed family life. ഫിലിപ്പിലേഖനം 3-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. Book of Philippians chapter 3 verses 9 through 11. ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി നിമിത്തം ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുഭവപ്പെട്ടവനെയും അവൻ്റെ പുനരുത്ഥാന ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടായി അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധനെയും മരിച്ചിട്ടിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്ന് എണ്ണുന്നു. I count all things to be lost in view of the surpassing value of knowing Jesus Christ my Lord, for whom I have suffered the loss of all things, and count them but rubbish, so that I may gain Christ, and may be found in him, not having a righteousness of my own derived from the law, but that which is through faith in Christ, the righteousness which comes from God on the basis of faith, that I may know him and the power of his resurrection and the fellowship of his sufferings, being conformed to his death, in order that I may attain to the resurrection from the dead. അപ്പോസ്തലനായ പൗലോസിന്റെ ഒന്നാമത്തെ കാരാവാസത്തിൽ താൻ എഴുതിയ 4 പുസ്തകങ്ങളിൽ ഒന്നാണ് ഫിലിപ്പി ലേഖനം. The book of Philippians is one of the books that Apostle Paul wrote during his prison time. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഭകളിൽ ഒന്നാണ് ഫിലിപ്പിയ സഭ എന്ന 1-ാം അധ്യായത്തിൽ നാം വായിക്കാനായിട്ട് കഴിയുന്നു. In chapter 1, Paul is declaring that the church in Philippi is one of his favorite churches. തന്റെ കഷ്ടതയിൽ തനിക്ക് ഉദവി കാണിച്ച സഭയാണ് ഫിലിപ്പിയ സഭ. Because that church supported Apostle Paul when he was in trouble. ഫിലിപ്പിയ സഭയുടെ പ്രധാനപ്പെട്ട വിഷയം പ്രശംസയും സന്തോഷവും എന്നുള്ളതാണ്. And the book of Philippians describes about the glory and the joy. 1-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്നു. And Apostle Paul says that we are joyful when we pray. 2-ാം അധ്യായത്തിൽ ഞങ്ങൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ സന്തോഷിക്കുന്നു എന്ന് താൻ പ്രതിപാദിക്കുകയാണ്. And in chapter 2 they find joy when they work for the Lord. 3-ാം അധ്യായത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് പ്രതിപാദിക്കുമ്പോൾ, chapter 3 when they worship the Lord they are finding happiness. 4-ാം അധ്യായത്തിൽ കർത്താവ് വീണ്ടും വരുന്നതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. And in chapter 4 they are rejoicing because the Lord is coming again. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലാണ് ഫിലിപ്പിയ സഭയുടെ ആരംഭം നമ്മൾ മനസ്സിലാക്കുന്നത്. We see the beginning of the church in Acts chapter 16. ആസിയയിലേക്ക് പോകുവാൻ താൻ തയ്യാറായി പ്രസംഗിക്കാൻ തയ്യാറായി പുറപ്പെടുമ്പോൾ, Paul was ready to go to Asia in order to preach. ദൈവത്തിന്റെ ആത്മാവ് തന്നെ വിലക്കിയിട്ട് ഒരു മക്കദോനിക്കാരനായ പുരുഷന്റെ ദർശനം തനിക്ക് നൽകുകയാണ്. He is getting the Macedonian call and the Holy Spirit warned him from going to Asia. പരിശുദ്ധാത്മാവിന്റെ നിയോഗം പോലെ തന്റെ യാത്ര തിരിക്കുമ്പോൾ, because of the guidance of the Spirit, he turned his journey towards Macedonia instead of Asia. പുഴവക്കത്ത് നിന്നുകൊണ്ട് താൻ പ്രസംഗിക്കുകയാണ്.
പറയുകയാണ്. And he is preaching. അവിടെ ലുദിയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. And God opened the heart of Sister Lydia. ലുദിയുടെ ഭവനത്തിൽ ആരംഭിച്ച സഭയാണ് ഫിലിപ്പിയ സഭയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് And കഴിയും. we all know that this church in Philippi was അവർ started കുടുംബമായി ദൈവത്തെ ആരാധിച്ചു. in the family of Sister Lydia, and they worshiped the Lord as a family. ദൈവാത്മാവ് പറയുന്നത് അനുസരിക്കുന്നത് എക്കാലത്തും നല്ലതാണ്. No, it is best to obey what God's Holy Spirit tells you ഉറക്കെ to do. സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. Amen. പൗലോസിനെയും ശീലാസിനെയും കണ്ടിട്ട് അവിടെ ഒരു സ്ത്രീ അവരെ ഉയർത്തി പറയുന്നത് കാണാനായിട്ട് പറ്റും. And Apostle Paul and Silas were there, and a sister was, like praising them. We can ഉയർത്തി see. പറയുന്നത് ദുരാത്മാവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളുടെ ഭൂതത്തെ അപ്പോസ്തലൻ ശാസിക്കുന്നത് കാണാൻ പറ്റും. And the apostles realized that, the lady who is praising them is not of the right Holy Spirit, but of the evil spirit. They rebuked the evil spirit out of ആ her. സഹോദരി രക്ഷിക്കപ്പെട്ട് ഫിലിപ്പിയ സഭയിലേക്ക് വരുന്നു കാണാനായിട്ട് And കഴിയും. this sister, possessed with the demon also, God saved and became part of the church in Philippi. ആ സഹോദരി നിമിത്തം വരുമാനമുണ്ടാക്കിയ പ്രിയപ്പെട്ടവർ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ജയിലിലടയ്ക്കുന്നു. And the people who made profit out of this lady with the evil spirit, they put the apostles in prison. കയ്യും കാലും ഒക്കെ യാമത്തിലടച്ച് കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പതുപോലെ പ്രാർത്ഥിക്കുന്നത് ആരാധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് And കഴിയുന്നുണ്ട്. Apostle Paul and Silas, who were tied down in the prison, just like any other day, they started worshiping the Lord even though they were in the prison. ദൈവം കൊടുത്ത ദർശനം മക്കദോനിയക്കാരനായ പുരുഷനാണ്. And God gave him the vision of the Macedonian പക്ഷേ ഇപ്പോൾ man. കിടക്കുന്നത് താൻ ജയിലിലാണ്. But instead of being കയ്യിൽ in ചങ്ങലയുണ്ട്. Macedonia, he is in the prison with the chains in his hand. കയ്യിൽ ചങ്ങലയുണ്ട്. He has chains in his hand. പ്രതിസന്ധിയിലാണ് താൻ. He is in big problem. ഇന്ന് രാവിലെ ഞാൻ സന്ദേശം കടക്കുമ്പോൾ ഇങ്ങനെ പറയട്ടെ, വാഗ്ദത്തമുള്ളവന് മുമ്പിൽ വരുന്ന ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും ദൈവം വാതിലുകളെ തുറക്കും. Now let me tell you that if God has given you a promise, does not matter what you face today, God will open the right ways for you. വാഗ്ദത്തങ്ങളിലേക്കുള്ള ചവിട്ടുപടികളാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികൾ. It is the stepping stones to your promises. Problems are the stepping stones to your promises. സ്തോത്രം. അർദ്ധരാത്രിയിൽ പാടി ആരാധിച്ചപ്പോൾ അവരുടെ കയ്യിലെ ചങ്ങലകൾ അഴിഞ്ഞു. When they were worshiping in the middle of the night, the chains in their hands were untied. ആ ജയിലിന്റെ അടിസ്ഥാനത്തെ ദൈവം ഇളക്കി മറിക്കുകയാണ്. And God shook the foundations of the prison. തടവുകാർ ഓടിപ്പോയി എന്ന് വിചാരിച്ച് ഭയപ്പെടുന്ന അവിടുത്തെ കാരാഗൃഹ പ്രമാണി സ്വയം ഇല്ലാതാകാൻ ശ്രമിക്കുമ്പോൾ ആ കാരാഗൃഹപ്രമാണിയോട് കർത്താവേ പൗലോസ് പറയുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. The guards and the jailer of the prison, they were so afraid that as the gates were opened, all the prisoners they ran out of the facility. They were so scared. But this is what Paul told them, that if you believe in Jesus Christ, you and your family will be saved. യേശുവിലുള്ള അടിയുറച്ച വിശ്വാസം ഒരുവന്റെ സമസ്ത മേഖലയിലും മാറ്റം വരുത്തുകയാണ്. If anyone has faith in Jesus Christ, his whole life will be changed completely. ഒരുവന്റെ പാപത്തിന് മാറ്റം വരുത്തുന്നത്, ഒരുവനെ ആത്മഹത്യ രക്ഷിക്കുന്നത്, ഒരുവന്റെ ശാപത്തിന് മാറ്റം വരുത്തുന്നത്, ഒരുവന്റെ ജീവിതത്തിലെ സമസ്ത മേഖലയിലും മാറ്റം വരുത്തുന്നത് ഒരേ ഒരു മാർഗം, യേശുവിന്റെ മാർഗമാണ്. It is the way of Jesus Christ that would change the sinners and bring the people out of their bad habits and bringing people out of suicide attempts. If there is anything that can change a man, it is the faith in Jesus Christ. ആ കാരാഗൃഹ പ്രമാണിയും കുടുംബവും ആ ഈ ഫിലിപ്പിയ സഭയിലേക്ക് വരുന്നത് കാണാനായിട്ട് കഴിയും. And you can see the jailer and his family also joining the church in Philippi. ഇതാണ് ഫിലിപ്പിയ സഭയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. This is the background of the church in Philippi. ഫിലിപ്പി എന്ന് പറയുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അപ്പനായ ഫിലിപ്പ് രാജാവിന്റെ പേരിൽ അറിയപ്പെടുന്ന റോമിന്റെ ഒരു പ്രവിശ്യയാണ്. So the Philippi is a place which is known by the great king named Philip, Alexander's father. ഈ സഭ വളരുമ്പോൾ സഭയുടെ പ്രശംസയും സന്തോഷവും വഴിമാറുകയാണ്. And as the church is growing, their joy and their glory is changing. അവരുടെ പ്രശംസകൾ ഈ ലോകത്തിലെ സകല ചിലതിലേക്ക് അവരുടെ കണ്ണുകൾ ഉടക്കുകയാണ്. Now they started boasting about something in this world rather than in God. അതിൽ ചിലതിന്റെ ഒക്കെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. And you can see certain things mentioned in the book. അവർ ഏറ്റവും വലിയ പ്രശംസയായി പറയുന്നത് റോമൻ പൗരത്വത്തെ അവർ പ്രശംസയായി പറയുകയാണ്. And these people thought, the citizenship in the Rome was something very great. ആ കാലത്ത് ഏറ്റവും വലിയ പൗരത്വമായിരുന്നു റോമ പൗരത്വം. No, it was such a great privilege to be a Roman മൂന്ന് citizen. തരത്തിലാണ് പൗരത്വം കിട്ടിയിരുന്നത്. മൂന്ന് തരത്തിലാണ് പൗരത്വം So you കിട്ടിയിരുന്നത്. can obtain, this citizenship of Rome in three ways. ഒന്ന്, വലിയ വില കൊടുത്തു വാങ്ങണം. Number one, you have to pay a huge amount of money to buy it. രണ്ട്, അവിടെ ജനിക്കണം.
Number 2, you must be born in that place. 3, രാജാവ് കനിവ് തോന്നി നൽകണം. Number 3, it is a special order of the king. ഈ 3 തരത്തിലുള്ള ആളുകൾ റോമിലെ സഭയിലുണ്ട്, ഈ ഫിലിപ്പിയ സഭയിലുണ്ട്. So people of Roman citizens were also in the church in Philippi. എന്നാൽ റോമിന്റെ പ്രവിശ്യ ആയതുകൊണ്ട് എല്ലാവർക്കും ഈ പൗരത്വം കിട്ടുകയാണ്. No, everyone in the church were given the citizenship because they were in the province of Rome. അതിൽ അവർ സന്തോഷിക്കാൻ തയ്യാറാകുകയാണ്. And they were finding their joy and pride in that. അവർ അതിൽ പ്രശംസിക്കാൻ തയ്യാറാകുകയാണ്. They boasted in that citizenship. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, Then apostle says, നിങ്ങൾക്ക് പ്രശംസിക്കാൻ ഈ ഭൂമിയിൽ ചിലതുണ്ട്. no, you may have something to boast in this world. നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഈ ഭൂമിയിൽ ചിലതുണ്ട്. You may find your boastfulness in this. എനിക്കും പ്രശംസിക്കാൻ ചിലതുണ്ട്. And I also have certain things to be proud എന്നാൽ of. എന്റെ പ്രശംസ യേശു ക്രിസ്തുവിലും അവന്റെ വചനത്തിലും അവിടുത്തെ പൗരത്വത്തിലുമാണ്. But Paul says that but my joy always will be in God and the citizenship in heaven. ഫിലിപ്പിയ ലേഖനത്തിലെ ഈ വാക്യം നമുക്കറിയാം, 3-20 വാക്യമാണ്. The verse of the book of Philippians is chapter 3 verse 20. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. That my citizenship is in heaven. അവിടുത്തെ കർത്താവായ യേശു വീണ്ടും വരുമെന്ന് കാത്തിരിക്കുന്നു. We eagerly wait for a savior to come from there. എന്റെ പ്രശംസ ഇവിടുത്തെ പൗരത്വത്തിലല്ല. And my boast is not in the citizenship എന്റെ of this പൗരത്വം place. ഇവിടുത്തെ എന്റെ പ്രശംസ ഇവിടുത്തെ സംവിധാനങ്ങളിലല്ല. And I don't find joy in the systems of this world. എന്റെ പ്രശംസ സ്വർഗീയ പൗരത്വത്തിലാണ്. But my citizenship is in heaven. സ്വർഗീയ പൗരത്വം ഉണ്ടെന്ന് ഉറപ്പുള്ളവർ കർത്താവിന് സ്തോത്രം ചെയ്യാമോ? Hallelujah. Those who with the heavenly citizenship praise the Lord today. അവിടെയാണ് എന്റെ പ്രശംസ ഉണ്ടെന്ന് ഉറപ്പുള്ളവർ കർത്താവിന് സ്തോത്രം ചെയ്യാമോ? If that is where you are, where your boast is, praise the Lord. സകലതും നീങ്ങിപ്പോകുന്നതാണ്. Everything in this world will vanish. എന്നാൽ സ്വർഗീയ പൗരത്വം എന്നേക്കും നിലനിൽക്കുന്നതാണ്. But the citizenship in heaven will always remain. നമുക്കറിയാം ഏതൊരു പൗരത്വം നൽകുന്ന അവിടുത്തെ ഭരണകൂടമാണ്. No, any country, it is the government that gives citizenship. സ്വർഗീയ പൗരത്വം നൽകുന്നത് നമ്മുടെ കർത്താവാണ്. So heavenly citizenship is also the same, that our God gives that. സ്വർഗീയ പൗരത്വം ഒരാൾക്ക് എങ്ങനെയാണ് കിട്ടുക? How can someone obtain heavenly citizenship? രാവിലെ പ്രിയ ഇവിടെ ക്ലാസ് എടുത്ത ദൈവദാസൻ പറഞ്ഞു, റോമലേഖനം 3:20, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ്സില്ലാത്തവരായി മാറി. Romans 3:20, it was mentioned in the Bible study this morning that there is no difference, that everyone has sinned and fell short of God's glory. എന്നാൽ റോമലേഖനം 3:24 വായിക്കുന്നു, അവന്റെ കൃപയാൽ താൻ തികച്ചും സൗജന്യമായി സ്വർഗീയ പൗരത്വം നൽകുകയാണ്. When we come to verse 24, it says that we are justified freely by his grace through the redemption that is in Christ Jesus. സ്വർഗീയ പൗരത്വം പണം കൊടുത്തു വാങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ നമുക്കാർക്കും വാങ്ങുവാൻ പറ്റുമായിരുന്നില്ല. If God had demanded that you have to pay for heavenly citizenship, none of us would be able to afford it at all. സ്വർഗീയ പൗരത്വം കരസ്ഥമാക്കാൻ കർമ്മം കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ മതബോധം കൊണ്ടോ ഇവിടുത്തെ സംവിധാനം കൊണ്ടോ പണം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒന്നും സ്വർഗീയ പൗരത്വം കരസ്ഥമാക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ കർത്താവ് തികച്ചും സൗജന്യമായി സ്വർഗീയ പൗരത്വം നൽകി. God knew clearly that no one will be able to buy the heavenly citizenship with any systems of this world or your education or your money or your nothing in this world will be able to purchase that. So God gave it freely to all. സ്വർഗീയ പൗരത്വം ആർക്കും സൗജന്യമായി കരസ്ഥമാക്കാം. Anyone can freely receive the heavenly citizenship. സ്വർഗീയ പൗരത്വമുള്ളവർക്ക് മാത്രമേ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പറ്റൂ. And only if you have that citizenship, then only you will be able to have കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? Hallelujah. ഹല്ലേലൂയ. Amen. സ്വർഗീയ പൗരത്വം തികച്ചും സൗജന്യമാണെങ്കിലും അതൊരു വിലയുണ്ടായിരുന്നു. ആ വില നമ്മുടെ കർത്താവാണ് കൊടുത്തത്. And there was a price for that, and our God gave that price. It was not free, but a price was paid by God. സൗജന്യമാണ് എന്നുള്ളതോട് വിലയില്ലാതിരിക്കുന്നില്ല. Don't think that because it is free, it is valueless. നമുക്കറിയാം ഓക്സിജൻ തികച്ചും സൗജന്യമായി നമ്മൾ ശ്വസിക്കുന്നത്. We breathe this air and the oxygen here very freely. We don't have to pay for it. ഒന്ന് മേലോട്ട് ശ്വസിച്ചാട്ടെ. Can you all take a deep ഒന്ന് breath? വലിക്കേ, മേലോട്ട് വലിക്കേ. ജീവനുണ്ടോ നോക്കട്ടെ. ഒന്ന് വലിക്കേ. ഒരു വിലയും കൊടുത്തില്ല. No, we didn't have to pay for that. പക്ഷെ 2 ആഴ്ച വെന്റിലേറ്റർ കിടക്കുമ്പോൾ ഒരു മാക്സ് പിടിപ്പിച്ചിട്ട് നമുക്കറിയാം വലിയൊരു സിലിണ്ടർ തുറന്നു വിട്ട് ഓക്സിജൻ വലിയൊരു ഇൻഡാസ് തരും, വലിയൊരു ബില്ല് തരും.
But, വില കൊടുത്തേ പറ്റൂ. but if you have to get admitted in ICU, that you will be connected to a ventilator and a big, oxygen cylinder there. And when you are ready to get discharged, look at the bill that it is, like so much that you have to pay for the oxygen that you use there. ആരാധിക്കാൻ ഒത്തിരി കാരണമുണ്ടെന്നേ. There are many reasons for us to praise the ആരാധിക്കാൻ ഒത്തിരി Lord. കാരണമുണ്ടെന്നേ. There are many reasons to praise the Lord. തികച്ചും സൗജന്യമായി ഓക്സിജൻ കർത്താവ് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. Let us praise the Lord that we breathe fresh air without any cost. കുടിക്കാൻ വെള്ളം തികച്ചും സൗജന്യമായി ദൈവം തന്നു. And we drink water, without paying. പക്ഷേ ഇതിന് വിലയില്ലാതിരിക്കുന്നില്ല. But because water is available in the nature, it is not, free of cost. ഹല്ലേലൂയ. Amen. ഇന്ത്യയുടെ കണ്ണുനീർത്തുള്ളി എന്നറിയപ്പെടുന്ന ശ്രീലങ്കയിൽ കഴിഞ്ഞ വർഷം 1 ലിറ്റർ വെള്ളത്തിന് 237 കൊടുക്കുന്ന പത്രത്തിലൂടെ Sri വായിച്ചത്. Lanka, which is a neighboring state of India, last year they were selling water for 230 rupees last year because there was a war there. തികച്ചും സൗജന്യമായി വെള്ളം കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. Hallelujah. We enjoy fresh water without much cost. വെളിച്ചം തികച്ചും സൗജന്യമാണ്. The light that we enjoy, it is very free. പക്ഷേ ഈ കാണുന്ന വെട്ടത്തിന് വില കൊടുത്തേ പറ്റൂ. But if you have to turn the bulbs on, you have to pay for it. കറണ്ട് ബില്ല് കൊടുത്തില്ലെങ്കിൽ എന്റെ പൊന്ന് കല്യാൺ പാസ്റ്ററെ ബില്ല് കറണ്ട് കട്ട് ചെയ്യും. So if any of you would fail to pay the electricity bill, then they can cut the electricity completely. വെളിച്ചത്തിന്റെ കർത്താവിന് ഹല്ലേലൂയ പറയാമോ? Hallelujah. Let us thank the Lord for the light that we enjoy. സ്വർഗീയ പൗരത്വം സൗജന്യമാണെന്നുള്ളതോട് വിലയില്ലാതിരിക്കുന്നില്ല. Because heavenly citizenship is free, it does not mean that its value is low. അതിനൊരു വിലയുണ്ടായിരുന്നു. It is very highly priced. അതൊരു മനുഷ്യനും കൊടുക്കാൻ പറ്റില്ലായിരുന്നു. No man can pay for the price. അതൊരു മതത്തിനും കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അതൊരു മതത്തിനും കൊടുക്കാൻ No പറ്റില്ലായിരുന്നു. religion could pay the price of that. അതൊരു ആചാര്യന്മാർക്കും കൊടുക്കാൻ പറ്റില്ലായിരുന്നു. None of the leaders of this world could, afford the cost. അപ്പോൾ തന്റെ പുത്രനായ യേശു കാൽവറിയിൽ തന്റെ രക്തത്താൽ അല്ലെ ദൈവിക പൗരത്വം സ്വർഗ്ഗീയ പൗരത്വം സൗജന്യമായി നൽകി. No, the Son of God, Jesus Christ came down to the cross of Calvary. He paid his own life so that it will be enjoyed freely by every one of us. മനുഷ്യകുലത്തിന് തികച്ചും സൗജന്യമായി സ്വർഗീയ പൗരത്വം നൽകാൻ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കാൻ തന്റെ പുത്രനായ യേശു കാൽവറിയിൽ അവസാനത്തു രക്തം വരെ കൊടുത്തിട്ട് മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ വില മുഴുവൻ പിതാവിന്റെ കൈ കൊടുത്തിട്ട് തികച്ചും സൗജന്യമായി നമുക്ക് വീണ്ടും ജന്മം നൽകി. Jesus Christ became obedient to the Father, even to the last drop of blood, even to the last breath of his life, so that the world may believe in him and enjoy the heavenly citizenship free of cost, and their names will be written in the book of life, so that we will be found in heaven. ഇതുവരെ സ്വർഗീയ പൗരത്വം കിട്ടാത്ത ആരെങ്കിലും അകത്തുണ്ടെങ്കിൽ If there is വിനയത്തോടെ പറയുക, മരിച്ച നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട്. വിനയത്തോടെ പറയുക, if there is anyone സ്വർഗീയ in this, പൗരത്വം തികച്ചും സൗജന്യമാണ്. if there is anyone who is hearing me today, if your names are not written in the book of life, if you are not part of a heavenly citizen, there is a chance, or it is the fact that you will go to hell if you die today. But let me remind you that this heavenly citizenship is free even today. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. മൂന്നാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നു, താൻ ആരായിരുന്നു, തന്റെ ആഗ്രഹം എന്താണ്, താൻ അതിനു വേണ്ടി എന്നാ ചെയ്യാൻ പോകുന്നു. And in chapter 3, Apostle Paul says who he was and what he is going to become and what he is about to do to become. മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിന്റെ 5 അഭിലാഷങ്ങൾ, ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ. We can see 5 desires of the life of Apostle Paul. അത് ഓടിച്ചു പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കാം. I want to run through it fast and ഒന്ന് ക്രിസ്തുവിനെ നേടണം. That the first thing is that I may gain Christ. രണ്ട് ക്രിസ്തുവിൽ ഇരിക്കണം. Number 2, I want to sit in Christ. 3, അവന്റെ പുനരുത്ഥാന ശക്തിയെ കുറെ കൂടെ അടുത്തറിയണം. I want to know the power of resurrection more closer. 4, അവന്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടായ്മ ഉള്ളവനാകണം. Number 4, I want to be a partaker of his sufferings. 5, വല്ലവിധേ നീ മരിച്ചവിടുന്ന് പുനരുത്ഥാനം ചെയ്യുന്ന 5 കാര്യങ്ങളോട് വായിക്കുന്നുണ്ട്. And in order to achieve these 5 desires of his heart, he is doing 5 things. അതിലേക്ക് ഞാൻ പോകുന്നില്ല. And I don't want
want to explain that. നല്ല ആഗ്രഹങ്ങളെ സഫലമാക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. Hallelujah. God is a God who will fulfill all the good desires of our hearts. എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുള്ള ഒരു കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. If you have any good desires in your heart, lift your hands and praise the Lord. അപ്പോസ്തലനായ പൗലോസിന്റെ ആഗ്രഹങ്ങളും അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനകളും എല്ലാം സ്പിരിച്വൽ ആയിരുന്നു. Every desire of Apostle Paul, they were spiritual. ഹല്ലേലൂയ. Amen. ഒന്നും രണ്ടും ആഗ്രഹങ്ങൾ ചേർത്ത് ഞാൻ പറയട്ടെ. Including the first and second desires, let me tell you. കൊലോസ് ലേഖനത്തിലും റോമാ ലേഖനത്തിലും കൊരിന്ത്യർ ലേഖനത്തിലും ഒക്കെ താൻ പറയുന്നത് എനിക്ക് യേശുവിനെ കുറെ കൂടെ അടുത്തറിയണം. He is telling in many other epistles too that I want to know Jesus more closely. എനിക്ക് കർത്താവിനെ ഒന്ന് നേടണം. I want to gain Jesus Christ. എനിക്ക് യേശുവിൽ ഒന്ന് ഇരിക്കണം. And I want to live in him. I want to sit with them. ഈ ഞായറാഴ്ച രാവിലെ കർത്താവിനോട് കുറെ കൂടെ അടുത്ത് ചെല്ലാൻ എത്ര പേർ തയ്യാറാകും? This Sunday morning, how many of you will have that desire in your heart? Lord, I want to be closer to you. വളരെ വിനയത്തോട് ചോദിക്കട്ടെ, കർത്താവുമായിട്ട് എത്ര മാത്രം അകലം നമ്മൾ തമ്മിലുണ്ട്? How far have you gone away from the Lord this morning? Can you examine yourselves? കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിന്റെ ആഴം എങ്ങനെയുണ്ട്? How is your personal relationship with Christ this morning? ഇന്ന് രാവിലെ എത്ര പേര് വരും, കർത്താവേ എനിക്ക് അങ്ങയുടെ അടുത്തേക്ക് കുറെ കൂടെ വരാൻ ആഗ്രഹമുണ്ട്? How many of you would want to come back and say, Lord, I want to come closer to you, Lord? എൻ്റെ ആക്ടിവിറ്റീസുകളും എൻ്റെ പാട്ടുകളും എൻ്റെ ആരാധനകളും എൻ്റെ കൈയടിയും എൻ്റെ ഉപവാസവും ഒക്കെ ഒരു പരിധിക്കപ്പുറം പോകാൻ കഴിയാതെ നിൽക്കുമ്പോൾ ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് അല്പം കൂടി അടുത്തേക്ക് വരികയാണ്. Outward expressions are there, let it be songs or whatever we do, but like we are standing far away from the Lord, not able to come to a closer personal relationship with him. ജീവിതത്തിൽ ഒരു ദൈവ പൈതലിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സംഗതികളാണ് കർത്താവിനോട് അടുത്ത് നിൽക്കാൻ കഴിയണം. This is what God's desire about our heart, that he wants us to live close to him. കർത്താവിനെ ആഴമായി സ്നേഹിക്കാനായിട്ട് കഴിയണം. He wants us to come to a closer relationship and a closer love. കർത്താവുമായിട്ട് നല്ല ബന്ധമുണ്ടാകണം. He wants us to have that very intimate relationship ഒരു ദൈവ with him. പൈതലിനെ ശക്തീകരിക്കുന്ന ഏറ്റവും വലിയ ശക്തി യേശുക്രിസ്തുവുമായിട്ടുള്ള അടുത്തുള്ള ബന്ധമാണ്. The power that a child of God has is the closer personal relationship with him. ആ കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം ഇന്ന് രാവിലെ നമുക്കൊന്ന് പുതുക്കാനായിട്ട് കഴിയണം പ്രിയരേ. Let us renew that love and the relationship that we have with Christ this morning. വ്യക്തിപരമായ ബന്ധത്തിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, വ്യക്തിപരമായ സുവിശേഷീകരണത്തിലൂടെ കർത്താവുമായിട്ടുള്ള ബന്ധം കൂടെ ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. Through our personal prayers, personal Bible readings and personal evangelism and all, that we will be able to renew that relationship. കർത്താവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ആഴമേറിയ പഠനമുണ്ട്. And the Bible gives us very clear instructions and teachings about the relationship with Christ. ഹല്ലേലൂയ. നമുക്കറിയാം, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിന്റെ കൂടെ നടന്ന ആളുകളുടെ നമുക്ക് കാണാനായിട്ട് കഴിയും. You can see people who walked in close relationship with Christ when he was in this world. ഒത്തിരി പുരുഷാരവേശയുടെ കൂടെ ഉണ്ടായിരുന്നു. There was a multitude with Jesus. അവർ ആയിരങ്ങളായിരുന്നു. Thousands of people. പക്ഷേ അവർക്ക് ഒരൊറ്റ കാര്യം മതിയായിരുന്നു, സൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളും നന്മകളും ആഹാരവും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കർത്താവിൽ നിന്ന് പ്രാപിക്കണമെന്ന് എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് മാത്രമേ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. Crowd had only one thing in their heart, that they want to be full, they want to get they want their food, they want their deliverance, they want their healing, and they wanted the blessings from Christ. That was the reason this multitude followed Jesus. എന്നാൽ കർത്താവ് ഒരു 120 തിരഞ്ഞെടുത്തു. But Jesus selected 120 people. കർത്താവിന്റെ കൂടെ ഇരിക്കാനും കർത്താവ് പറയുമ്പോൾ പോയി സുവിശേഷം അറിയിപ്പാനും. These 120 people were assigned to be with Jesus and to go and preach the gospel. എന്നാൽ കർത്താവ് ഒരു 12 പേരെ തിരഞ്ഞെടുത്തു. But there were 12 apostles. കർത്താവിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതിന്. And in order to be with Christ all the time. എന്നാൽ കർത്താവ് 3 പേരെ തിരഞ്ഞെടുത്തു. But there were 3 special യേശു people chosen. പോകുന്നിടത്തെല്ലാം അവർ 3 പേരുണ്ടായിരുന്നു. And these 3 people followed wherever Jesus went. പത്രോസും യാക്കോബും യോഹന്നാനും യേശുവിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. Peter, James and John were with Jesus everywhere
everywhere that Jesus went. എന്നാൽ യോഹന്നാനെ കുറിച്ച് പറയുന്നത് ഈ യോഹന്നാൻ യേശുവിന്റെ മാറോട് ചാരിയിരുന്നു എന്നാണ്. And about John, it says that he is the disciple that was closer to the heart of Jesus. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ഹൃദയത്തിന്റെ തുടുപ്പുകൾ തിരിച്ചറിയുന്ന ആത്മബന്ധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. Do we have such a close relationship with Jesus Christ that we will be able to hear the heartbeats of Jesus? യോഹന്നാനെ കുറിച്ച് പറയുന്നത് യേശുവിനെ സ്നേഹിച്ച അപ്പോസ്തലൻ എന്നാണ്. And the apostle that Jesus loved and whom loved Jesus is what we read about Apostle John. എത്ര പേര് ഇന്ന് പകൽ പറയും കർത്താവേ ഞാൻ അങ്ങേ ആഴമായി സ്നേഹിക്കുന്നു. Now how many of us can say the Lord I love you deep? അങ്ങേ ഞാൻ ആഴമായി സ്നേഹിക്കുന്നു. Lord I love you deep. കർത്താവ് ശിഷ്യത്വത്തെ കുറിച്ച് പഠിപ്പിച്ച 10 പ്രഖ്യാപനമുണ്ട്. And this is what Jesus taught about discipleship. അതിലൊരു പ്രഖ്യാപനം ഇങ്ങനെയാണ്. One of those is like this. അപ്പനേക്കാൾ അമ്മയേക്കാൾ ഭാര്യയേക്കാൾ മക്കളേക്കാൾ വസ്തുവകളേക്കാൾ അധികം എന്നെ സ്നേഹിക്കാത്തവർക്ക് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. If a man loves his father, mother, his wife or his property more than he loves me, he cannot be my disciple. അതിന്റെ അർത്ഥം മാതാപിതാക്കൾ വേണ്ടെന്നല്ല. That doesn't mean that you have to forsake your അതിന്റെ അർത്ഥം parents. ഭർത്താവോ ഭാര്യയോ വേണ്ടെന്നല്ല. Doesn't mean that you have to forsake your wife or husband. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം വസ്തുവകളോ വീടുകളോ ഒന്നും വേണ്ടെന്നല്ല. Doesn't mean that you shouldn't have your own house or properties. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ഈ പറയപ്പെട്ടതെല്ലാം ശവക്കോട്ട കൊണ്ടും കുഴിമാടം കൊണ്ടും പിരിയുന്നതേ ഉള്ളൂ. No, what Jesus meant is that all these relationships and properties will come to an end by the time you die. മരണത്താൽ മാറാത്തൊരു ബന്ധമുണ്ട്. But there is a relationship that does not end with the death. മരണത്താൽ പിരിയാത്തൊരു ബന്ധമുണ്ട്. There is a relationship that does not end with the death. കോടാനുകോടി വർഷം നിലനിൽക്കുന്ന ബന്ധമുണ്ട്. No, a relationship that lasts forever. മരിച്ചാലും മാറാത്തൊരു ബന്ധമുണ്ട്. There is a relationship that does not end with death. യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. That is the love of Jesus Christ. മാതാപിതാക്കൾ സെമിത്തേരിയിൽ വീട്ടിലേക്ക് പോകും. Your parents will leave you in the cemetery and they will go home. ഭാര്യ മാറത്തടിച്ചലച്ച് കരഞ്ഞ് വീട്ടിലേക്ക് പോകും. Your wife may cry for few minutes or few hours, then she will go back home. ഭർത്താവ് സെമിത്തേരിയിൽ വീട്ടിലേക്ക് പോകും. Your husband will leave you in cemetery and go back home. മക്കൾ സെമിത്തേരിയിൽ വീട്ടിലേക്ക് പോകും. And your children also will leave you in cemetery and go നാം back. സഞ്ചരിച്ച വാഹനം സെമിത്തേരിക്കപ്പുറം വരികയില്ല. And the car that you kept with you all day will not come more than close to your graveyard. നാം പാർത്ത ഭവനം സെമിത്തേരിക്കപ്പുറം വരികയില്ല. No, our houses will stay empty after us. നമ്മുടെ ജോലി സെമിത്തേരിക്കപ്പുറം വരികയില്ല. Your job wouldn't follow you after cemetery. നമ്മുടെ ബാങ്ക് ബാലൻസ് സെമിത്തേരിക്കപ്പുറം വരികയില്ല. Your bank balance will not come after that. ഇവിടുത്തെ സകല ബന്ധങ്ങളും, Every relationship in this world, ഇവിടുത്തെ സകല സമ്പാദ്യങ്ങളും, every treasure that you have in this ഇവിടുത്തെ world, സകല നേട്ടങ്ങളും everything that you gained in this മരണം world, കൊണ്ട് പിരിയുന്നതേ ഉള്ളൂ. everything comes to an end with the death. മരണത്താൽ മാറാത്തൊരു ബന്ധമുണ്ട്. But there is a relationship after death. കുഞ്ഞെ മരിച്ചാലും കൂടെ വരാൻ ആരെങ്കിലും ഉണ്ടോ? Is there anyone who will follow you after your death? മരിച്ചാലും കൂടെ വരാൻ ആരെങ്കിലും ഉണ്ടോ? Is there anyone who would follow you or who will come with you after death? ഒരു ബന്ധമേ ഉള്ളൂ. There is only one relationship that goes beyond death. മരണത്തിന്റെ താഴ്വരയിലും അടുത്തു വരുന്ന കർത്താവിന്റെ അതുല്യ സ്നേഹം. That is the great love of Jesus Christ. Hallelujah. That will follow you even after the tomb. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ, മരിക്കുമ്പോൾ അടുത്ത് വന്ന് കാണാൻ പോലും ആർക്കും അനുവാദമില്ലാത്തൊരു കാലഘട്ടം. During COVID times we saw that even the most loved ones could not be close to us when people died. 38 വയസ്സുള്ള എൻ്റെ സെന്ററിലുള്ള ആൽബർട്ട് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ കോവിഡിന്റെ പീക്ക് ടൈമിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. One of the young pastors in our place, he was only 38. He died during the peak of the COVID in India. തൻ്റെ ഭാര്യ ബ്യൂളനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരുന്നില്ല, എന്ത് റിസ്ക് ഉണ്ടെങ്കിലും പാസ്റ്റർ വന്ന് ബോഡി ഇളക്കണമെന്ന് പറഞ്ഞു. And his wife Beulah called me and said, Pastor, we are not able to come, but whatever comes, can you please go and bury my husband? പ്രത്യേക പെർമിഷൻ എടുത്ത് PP കിറ്റൊക്കെ ഇട്ട് ആ കുഴിമാടത്തിന്റെ ചുവട്ടിൽ സാമൂഹിക പ്രവർത്തകർ ബോഡി കൊണ്ടുവരുമ്പോൾ ഒരു പാട്ടിന് 4 വരി പാടി 90-ാം സങ്കീർത്തനം വായിച്ച് മണ്ണ് നുള്ളുമ്പോൾ ചങ്ക് പടഞ്ഞു പോയി. Like when the social workers or the community aid people, when they brought the body, we were all wearing PPE kit, just singing 4 lines of a song, just reading a psalm. We buried that body without much, like a funeral services or anything. My heart was paining so bad. മരണത്തിൽ സമയമില്ല.
The death doesn't have a time to come. മരണത്തിന് മതമില്ല, Death doesn't have a religion. മരണത്തിന് കാലമില്ല, Death doesn't have a particular timing. മരണത്തിന് പ്രായമില്ല. No, it doesn't consider your age. മരിച്ചാലും കൂടെ വരുന്ന ഒരേ ഒരു ബന്ധം യേശു ക്രിസ്തുവുമായിട്ടുള്ള But ബന്ധമാണ്. one thing that you can take beyond your death with you is the love of Christ ഇന്ന് പകലൊന്ന് Jesus. സ്ട്രോങ് ആകാൻ എത്ര പേര് തയ്യാറാകും? Hallelujah. How many of you would think കരങ്ങളൊന്ന് about ഉയർത്തി it? പിടിച്ച് എത്ര പേര് പറയും, കർത്താവേ ഞാൻ അങ്ങേ ആഴമായി സ്നേഹിക്കുന്നു. How many of you would come to the deeper love with Christ today? കർത്താവിനെ സ്നേഹിക്കുന്നവൻ അവന്റെ കൽപ്പന അനുസരിക്കും. Those who love Christ would obey his commandments. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Hallelujah. അപ്പോസ്തലൻ പറയാൻ എനിക്ക് അവനെ കുറെ കൂടെ അടുത്തറിയാം. Apostle Paul says that I want to know him more closely. മൂന്നാമതായി പറയും അവന്റെ പുനരുത്ഥാന ശക്തി കുറെ കൂടെ അടുത്തറിയണം. I want to know the power of resurrection more closely. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കാണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവനായി തറ വീണപ്പോൾ Now, when Apostle Paul, lost his eyesight at the gate of Damascus, and when he fell down, അനനിയാസ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് തന്നെ വേർതിരിച്ചപ്പോൾ and Ananias, laid his hands upon him and separated him for ministry. പിന്നീട് നാം വായിക്കുന്ന അവൻ തർസോസിലേക്ക് സ്വന്തം നാട്ടിൽ പോയി അവനോ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്നാണ്. And we see that, Apostle Paul grew in strength day by day. മേൽക്കുമേൽ ശക്തി പ്രാപിച്ചവനെ ബർന്നബാസ് ആളെ വിട്ട് അന്ത്യോക്യയിലേക്ക് വിളിപ്പിച്ചു. And he was called by Barnabas to Antioch. ആ പൗലോസ് പറയാ എനിക്ക് ഈ ശക്തി പോരാ. But the same Paul, says, this is not enough for me. വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ ഈ തലമുറയിൽ നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ അമിത ശക്തിയാണ്. We need extra power of Holy Spirit to lead a Christian life in this era. എത്ര പേര് പറയും ഈ ശക്തി എനിക്ക് പോരാ, How many of you would ask for more ഈ power? അഭിഷേകം എനിക്ക് പോരാ, No, I need more, Lord. ഈ ആത്മസാന്നിധ്യം എനിക്ക് പോരാ. I need more presence, Lord. ലൂക്കോസ് 4:1 വായിക്കുന്നു യേശു പരിശുദ്ധാത്മ നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോയി. And Luke chapter 4 verse 1, we read that Jesus went to the wild places with the power of the Holy Spirit. 4:14 വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ ആത്മശക്തിയോടെ നസ്രയത്തിലേക്ക് ഗലീലയിലേക്ക് മടങ്ങി വന്നു. And he comes back to Nazareth, Galilee, Nazareth, with the extra power. സാക്ഷാൽ ഈശോ മെസ്സിക്ക് അഭിഷേകം വേണമായിരുന്നെങ്കിൽ If Jesus Christ needed the Holy നമുക്ക് Spirit to guide എത്രയധികം ഈ him, ശക്തി ആവശ്യമാണ്. how much more power that എത്ര we പേര് ഇന്ന് പകൽ need. പറയും ഈ ശക്തി എനിക്ക് പോരാ. Hallelujah, ഹല്ലേലൂയ, hallelujah. ഹല്ലേലൂയ. നാലാമതായി പറയുന്നു അവന്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. And the fourth desire that Paul has is, I want to be a partaker of the sufferings of Christ. യേശുവിന്റെ ക്രൂശിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിത്തം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ ഭാഗമാണ് വിശുദ്ധ മേശ. And how we are, being partakers of his suffering is by taking part in the Lord's table. ഇനി ആരും യേശുവിന് വേണ്ടി ക്രൂശിക്കപ്പെടേണ്ടതില്ല. Now you don't have to get crucified with ഇനി Christ. യേശു ചെയ്ത പോലെ ആരും കയ്പുകാരി കുടിക്കേണ്ടതില്ല. No one has to drink, that bitter tasting drink for Jesus. ഇനി നിങ്ങൾക്കും എനിക്കും ചെയ്യാൻ കഴിയുന്നതാണ് കർത്താവിന്റെ ക്രൂശ് മരണത്തെ വേദനിപ്പിക്കാതെ അതിനോട് പങ്കാളിത്തമുള്ളവരായി വിശുദ്ധിയോടും നിർമ്മലതയോടും പരിഭാവനത്തോടും കൂടെ വിശുദ്ധ മേശയിൽ ഒരിക്കലും ഒഴിഞ്ഞിരിക്കാതിരിക്കുക. Now what we can do is, that we should always be part of the Lord's table. രണ്ടാമത് യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവരാകുക. Number 2, we should be able to take sufferings for the namesake of Jesus. ഇന്ന് For പകൽ എത്ര the പേര് name of പറയും Jesus. എന്തെല്ലാം വന്നാലും കർത്താവിന്റെ പിന്നാലെ ഞാനുമുണ്ട് കർത്താവേ യാത്ര How ചെയ്യാം. many of us can boldly say that whatever comes my way, I will follow you. I have decided to follow കഷ്ടത you. വരട്ടെ, പട്ടിണി വരട്ടെ, ആപത്ത് വരട്ടെ, വാൾ വരട്ടെ, നഗ്നത വരട്ടെ, ഞാൻ കർത്താവിനെ സേവിക്കുമെന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. Whatever troubles come your way, that let us take a decision that I will follow Christ. വല്ലവിധേനയും മരിച്ചിട്ട് പുനരുത്ഥാനം പ്രാപിക്കണം. Paul's desire is that somehow I want to attain the resurrection from the dead. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ പറഞ്ഞെങ്കിൽ If Apostle Paul said that, നാം എത്രയധികം ദൈവസന്നിധിയിൽ ഭയപ്പെടണം. how much more, like a fearful we must be in the presence of the യേശു Lord. വീണ്ടും വരുന്നു. Jesus is coming കർത്താവ് again. വീണ്ടും വരും. Jesus will come again. അപ്രത്യാശയുള്ള കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? കരങ്ങൾ ഉയർത്തി. Hallelujah, praise the Lord. ഹല്ലേലൂയ. Amen. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം യേശുവിന്റെ മനുഷ്യാവതാരമാണ്. And one of the greatest miracle the world has seen is the incarnation of Jesus ഇനി ലോകം Christ. കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം യേശുവിന്റെ മടങ്ങിവരവാണ്. And the most miraculous thing that is about to happen is the second coming of Christ. കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും.
When the trumpet of the Lord shall sound, the Lord will come down in the clouds with the heavenly army. യേശു വീണ്ടും വരും. Jesus will come again. ഹല്ലേലൂയ. Hallelujah. ഗംഭീരനാഥത്തോടെ യേശു മധ്യഹാസത്തിൽ വരുമ്പോൾ When Jesus comes, with that sound of trumpet. കോടി അല്ലെ ദൂതന്മാർ അകമ്പടിയായി വന്ന് മധ്യഹാസത്തിൽ നിൽക്കുമ്പോൾ, When the angels will accompany him. പ്രധാന ദൂതന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ, And when the sound of the archangel comes. ദൈവത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ, When God's trumpet sounds. സകല കല്ലറകളുള്ള വിശുദ്ധന്മാരുടെ കല്ലറകൾ പിളർക്കും. And the tombs of all the saints will be opened. ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്ന് പറഞ്ഞുകൊണ്ട്, And with the declaration that, hey death, where is your victory? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെയെന്ന് പറഞ്ഞുകൊണ്ട്, Hey death, where is your sting? കല്ലറകളിലെ വിശുദ്ധന്മാർ ദൂതതുല്യരായി പറന്നുയരും. And from all the cemeteries the saints will fly away to meet him. പിന്നെ ഭൂമിയിൽ ജീവിക്കുന്ന തന്റെ വിശുദ്ധ സഭ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ ദൂതതുല്യരായി And പറന്നുയരും. along with that, the saints of this world who are alive at that time, എത്ര പേർക്ക് they ഇന്ന് will പകൽ ആ also fly പ്രത്യാശയുണ്ട്? away. How many of you have that എത്ര hope പേർക്ക് ഇന്ന് പകൽ ആ today? പ്രത്യാശയുണ്ട്? How many of you have that hope യേശു today? വീണ്ടും വരും. That Jesus is coming യേശു വീണ്ടും again. വരും. Jesus is coming വിശുദ്ധ സഭയെ again. ഒരുക്കുക. Let us be ready. ഈ കാലമെല്ലാം കഴിയും. And the time will be done. ഇന്ന് കാണുന്നതെല്ലാം കഴിയും. Whatever we see today will vanish. പിന്നെ തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. And we will, be with the Lord in eternity. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. Let us be prepared for എല്ലാ the coming കണ്ണുകളും of ഒന്ന് Jesus. അടച്ചാട്ടെ. Would you all please close ഓ your രാമാ eyes?